യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനശുദ്ധിയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവം എങ്ങനെയാണ് ആ രാത്രിയിൽ ലോത്തിനെയും കുടുംബത്തെ രക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്. അതിൻ്റെ ആത്മീയമായ അർത്ഥമാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഭാത വചനധ്യാനത്തെങ്കിൽ നമുക്ക് ചിന്തിപ്പാനിടയായിത്തീർന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ, ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ ആ രാത്രി എന്ന് പറയുന്നത് ഇന്ന് ഈ ഭൂമിയിൽ അതേ പാപത്താൽ നിറയപ്പെട്ടതായ, അതേ അന്ധകാരത്താൽ നിറയപ്പെട്ടതായ, കൂരിരുട്ടിനാൽ മൂടപ്പെട്ടതായ ഈ ലോകത്തെ കാണിക്കുന്നു. എന്നാൽ ഈ കൂരിരുട്ടിൽ ദൈവം തൻ്റെ രക്ഷണീയ പദ്ധതി ഒരുക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മം, വസ്തുത നമുക്ക് ഗ്രഹിപ്പാൻ തക്കോണം ദൈവം ഇടയാക്കിയല്ലോ. ഈ കൂരിരുട്ടിൽ അതേ ഈ രക്ഷണീയ പദ്ധതി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രഭാതം വരുന്നുണ്ട് എന്നുള്ള വസ്തുതയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു ന്യായവിധിയുടെ പ്രഭാതമായിരിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് നിർത്തിയതായ വേദഭാഗം അല്ലെങ്കിൽ വായിച്ചതായ വേദഭാഗങ്ങളോട് വായിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ലോത്ത് സോവാരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. 25-ാമത്തെ വാക്യം. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും, ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂല നാശം വരുത്തി. ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ പട്ടണത്തെ ദൈവം നശിപ്പിച്ച കാര്യമാണല്ലോ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്യം, അതായത് സൊദോമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ടൊരു വാക്യം അതേ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ വായിച്ചിരുന്നു. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഈ ഒരു വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് യഹോവ സൊദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെ ആയിരുന്നു. ഞാൻ ഈ കാര്യം വായിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികൾക്ക് ദൈവം കൊടുത്തതായ അനുഗ്രഹങ്ങളാണ്. നോക്കൂ, മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുമ്പോൾ അത് ഏതാണ്ട് ഒരു മരുഭൂമിക്ക് സമാനമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നോക്കണേ, ഇത് യോർദാനരികെയുള്ള സ്ഥലമാണ്. അതായത് ഒരു നദി, അതേ യോർദാൻ നദി തന്നെ അതിരിടുന്നതായ ഒരു പട്ടണമാണ് സൊദോം എന്നുള്ളത്. നമുക്കറിയാം, പുരാതന കാലത്തെ പട്ടണങ്ങളൊക്കെ നദീതടത്തിൽ ഉള്ള പട്ടണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നദീതട സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ പട്ടണങ്ങൾ വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്നു. അവിടെ സമ്പന്നത ഉണ്ടായിരുന്നു. അവിടെ ആളുകൾക്ക് നല്ല സുഖേന താമസിക്കാനുള്ള കാലാവസ്ഥ കൊണ്ടാകട്ടെ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകട്ടെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചതായ ഒരു പട്ടണമായിരുന്നു ഈ സൊദോം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഈ സൊദോം രാജാവിനെതിരെ അതേ 4 രാജാക്കന്മാരുള്ള സഖ്യതയുള്ള അതേ സൊദോം രാജാവിനെതിരെ 5 രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ആ സൊദോമിൽ വെച്ച് തന്നെ ദൈവം അബ്രഹാമിനെ അയക്കുകയും സൊദോം രാജാവിനെയും അതേ തൻ്റെ കൂടെയുള്ള രാജാക്കന്മാരെയും രക്ഷിക്കുകയും വലിയൊരു വിടുതൽ അവർക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എന്ന് മാത്രമല്ല, എബ്രായ ലേഖനത്തിലും മറ്റും കാണുന്നതായ പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല എന്ന് വിശേഷിക്കപ്പെടുന്നതായ മൽക്കീസദേക്കിൻ്റെ കാൽപാദങ്ങൾ പതിയപ്പെട്ടതായ ഒരു സ്ഥലമായിരുന്നു ഈ സൊദോം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ വെച്ച് അതേ അനുഗ്രഹങ്ങൾ ലഭിച്ചതായ ഒരു ജനമായിരുന്നു ഈ സൊദോമിലെ ആളുകൾ എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സൊദോമിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി. സൊദോമിനെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ ദൈവം സൊദോമിന് ഇത്രത്തോളം മനോഹരമായ സ്ഥലം കൊടുത്തത്. അത് ദൈവത്തിന് തോട്ടം പോലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ഊഷ്മളതയും എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നതായി സൂചനയുണ്ട്. അതായത് അധികം അറിയുന്നവന് അധികം അടി കിട്ടും എന്ന് പറയുന്നത് പോലെ ഈ ശിക്ഷയ്ക്ക് കൂടുതൽ യോഗ്യരായി തീരുന്നത് അതേ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചവർ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരായ ആളുകൾ ദൈവത്തെ മറന്നുപോയാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നാശം ഇതുപോലെ തന്നെയാണ് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ അറിഞ്ഞ ആളുകൾ അതേ അവർ പാപത്തിൽ ജീവിക്കുമ്പോൾ, അവർ ലോകത്തിലെ ആളുകളെപ്പോലെ തന്നെ ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന ആ നാശം
അതിൻ്റെ ആ ഒരു ആഴം എത്ര ആണെന്ന് ഈ സൊദോം പട്ടണത്തിൻ്റെ നാശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് പാപത്തിൽ തന്നെ തുടരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാത്തതായ ഒരു സാഹചര്യത്തിൽ അവരായിരിക്കുമ്പോൾ, അത് നമുക്ക് തരുന്നതായ വാണിങ് അത് വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് അടുത്ത ദിവസങ്ങളിൽ മറ്റ് പല വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ വായിക്കുന്നത്, യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു, അവിടെയുള്ള എല്ലാത്തിനും ദൈവം നാശം വരുത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അങ്ങനെ ഈ കാര്യങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ ലോത്തിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. ആ പ്രശ്നമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 26-ാമത്തെ വാക്യം, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഈ ലോത്തിൻ്റെ പുറകെയാണ് ഈ ലോത്തിൻ്റെ ഭാര്യ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ സോവാറിൽ എത്തിയ ശേഷം അപ്പോൾ ദൂതന്മാരിവിടെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ആ സോവാറിൽ നിന്നും ലോത്തിൻ്റെ പുറകിൽ നിന്നും തൻ്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പിന്തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മീയമായ ആശയം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്, പുറകോട്ട് നോക്കുക എന്നുള്ള ആ ആംഗ്യം തന്നെ സൂചിപ്പിക്കുന്നത്, അവൾ സോദോമിനെ ഓർത്ത് സങ്കടപ്പെട്ടു. സോദോമിനെ നേടുന്ന ന്യായവിധിയിൽ അവൾ വളരെ ദുഃഖിതയായി തീർന്നു. അവൾ സോദോമിനെ ഓർത്ത് കരയുന്നു, അവൾ വിലപിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് തങ്ങളൊരു തീരുമാനമെടുത്തു, ആ തീരുമാനമെടുത്ത ശേഷവും തങ്ങളുടെ മുൻകാല പാപജീവിതത്തെക്കുറിച്ച് സന്തോഷിക്കുന്നവർ, അതിൽ അഭിരമിക്കുന്നവർ, അതിൽ സങ്കടം തോന്നുന്ന ആളുകൾ, ഇവരെയാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഉപ്പുതൂണായിട്ട് മാറി. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ഇത് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഈ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിച്ചിട്ട് തിരിഞ്ഞു നോക്കിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം, അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 33-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ഈ വാസ്തവത്തിൽ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് പറയുമ്പോൾ ആ ഓട്ടം സോദോമിനെ സ്നേഹിച്ചുകൊണ്ടാകരുത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള സുവിശേഷം കേട്ട് ആ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, രക്ഷയ്ക്കായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഒരിക്കലും നമ്മൾ വിട്ടുപോയതിനെ ഓർത്ത് ചിന്തിക്കുന്നവരും കരയുന്നവരും നഷ്ടബോധമുള്ളവരും ആയി തീരരുത്. അവർക്ക് ഒരു വാണിംഗ് ആണ് ലോത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. ആരാണോ തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നത്, വാസ്തവത്തിൽ ഈ ലോത്തിൻ്റെ ഭാര്യ ചെയ്യുന്നതും അതുതന്നെയാണ്. തൻ്റെ ജീവനെ നേടുവാൻ, ആ ജീവനെ നേടുവാൻ എന്ന് പറയുമ്പോൾ ആത്മാവിനെ നേടുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. ഇവിടെ വാസ്തവത്തിൽ ആത്മാവിനെ നേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, നേടപ്പെട്ട ഒരാത്മാവും നഷ്ടപ്പെട്ട ജീവിതമായിരുന്നു ലോത്തിൻ്റെത്. അതേപോലെ തന്നെ ഇവിടെ നേടപ്പെടുന്നതായ ഒരു ആത്മാവ് ദൈവം ലോത്തിനും കുടുംബത്തിനും വേണ്ടി ഒരുക്കി. പക്ഷേ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ജീവനായിരുന്നു, നഷ്ടപ്പെട്ട ജീവൻ, നഷ്ടപ്പെടുന്ന ജീവൻ. ആ സോദോമിൽ തങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങളെ ഓർത്ത്, തങ്ങളുടെ സുഹൃത്തുക്കൾ, തങ്ങളുടെ പട്ടണം, ഇതെല്ലാം ഓർത്ത് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെയാണ് ഈ ലോത്തിൻ്റെ ഭാര്യ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുറേയേറെ എനിക്ക് പറയാനുണ്ട്. അടുത്ത ദിവസങ്ങൾ നമ്മൾ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും ലോത്തിൻ്റെ ഭാര്യയെ പോലെ ആകരുത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നശിച്ചു പോകുന്നതായ ഈ ലോകം, സോദോം പട്ടണം നശിച്ചു പോകേണ്ട പട്ടണമാണ്. ദൈവത്തിന് ന്യായവിധി വരേണ്ട പട്ടണമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്ന പട്ടണമാണ്. നശിച്ചു പോകുന്ന ആ പട്ടണത്തെക്കുറിച്ചുള്ള ചിന്തകളല്ല നമ്മൾ നിറയേണ്ടത്. ഈ ഭൂമിയിലുള്ള ചിന്തകളല്ല നമ്മൾ നിറയേണ്ടത്. ഈ ലോകത്തിനു വേണ്ടിയുള്ള ചിന്തകളല്ല നമ്മൾ നിറയേണ്ടത്. മറിച്ച് നമ്മൾ ആ രക്ഷയുടെ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ
നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ചിന്തകളും തീർച്ചയായിട്ടും ഉയരത്തിലുള്ളതിനെക്കുറിച്ചായിരിക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, നിങ്ങളുടെ ചിന്ത ഈ ഭൂമിയിൽ നിങ്ങൾ വയ്ക്കരുത്, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണമെന്നുള്ളത്. അതേപോലെ തന്നെ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതേ, നമ്മൾ ഓരോരുത്തരും ബലം പ്രാപിച്ച്, ബലം പുതുക്കി, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയർന്ന മണ്ഡലത്തിൽ ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഭാര്യ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് നമ്മളോട് ഓരോരുത്തരോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്ന സന്ദേശമാണ്. പലപ്പോഴും ഈ ലോകത്തെ നമ്മൾ അറിയാതെ തന്നെ അതേ ലോത്തിൻ്റെ ഭാര്യ എന്ന പോലെ തന്നെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. നമ്മൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. എന്നാൽ ഒരു ദൈവവചനം വേണം അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ നശിച്ചു പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മാറി നിങ്ങളെ ദൈവം വിളിച്ചതായ ആ വെളിയിലേക്ക്, നിത്യജീവനിലേക്ക്, അതേ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന വളരെ സേഫായിട്ടുള്ള ആ ദൈവഭവനത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നമ്മൾ നിറയപ്പെടട്ടെ. അവിടെയാണ് നമ്മളുടെ പ്രത്യാശ, അവിടെയാണ് നമ്മുടെ ഭാവി. അതാണ് നമുക്ക് വരും തലമുറകളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തേക്കാൾ ഉപരി, ആത്മീയമായ കാര്യങ്ങളെക്കാൾ ഉപരി ഈ ലോകത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുമ്പോൾ ഞങ്ങൾ ലോത്തിൻ്റെ ഭാര്യ എന്ന പോലെ ആകുവാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഗ്രഹിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആത്മീയമായ തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ എന്നെ കേൾക്കുന്ന ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.